എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം. കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം. അതെങ്ങനെ? അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800-180-1551. ഇത് ആരുടെ നമ്പറായേട്ടാ? കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ. ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ? തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ. പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ? ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട. സത്യം? 10 മാറ്റു സത്യം. കർഷക സോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800-180-1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ. കിസാൻ വാണിയിൽ ഇന്നാദ്യം ഇക്കഴിഞ്ഞ 12 വർഷങ്ങളിലെ കേന്ദ്ര കാർഷിക പദ്ധതികളിലൂടെ കാർഷിക മേഖലയ്ക്കുണ്ടായ നേട്ടങ്ങളെക്കുറിച്ച് എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ മുൻ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റും CMFRI മണ്ഡപം റീജിയണൽ സെന്ററിലെ സീനിയർ സയന്റിസ്റ്റുമായ ഡോക്ടർ PA വികാസ് സംസാരിക്കുന്നു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ ലോകത്ത് മത്സ്യ കൃഷി മേഖലയിലും മത്സ്യബന്ധന മേഖലയിലും ആകെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. ആഗോള പശ്ചാത്തലത്തിൽ 2022 കണക്കനുസരിച്ച് 223 മില്യൺ ടണ്ണായിരുന്നു ഉൽപാദനം. ഇത് കടലിൽ നിന്ന് പിടിച്ചെടുത്ത മത്സ്യങ്ങളും കൃഷി ചെയ്ത മത്സ്യങ്ങളും സീവീഡ് പോലെ കടൽപ്പായൽ കൃഷി ചെയ്തത് എല്ലാം അടക്കമാണ്. ലോകത്തിന്റെ കണക്കാണ്. ഇതിൽ എപ്പോഴും കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടാറ് കൃഷിയേക്കാളും. അതിന് വിപരീതമായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അക്വാകൾച്ചർ, അതായത് മത്സ്യകൃഷി മേഖലയിൽ നിന്ന് 130 മില്യൺ ടണ്ണും എന്നാൽ പിടിച്ചെടുത്ത മത്സ്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് 92 മില്യൺ ടണ്ണാണ് നമുക്ക് കിട്ടിയത്. ഇതൊരു വളരെ ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്. അതായത് നമുക്ക് ഉൽപാദനത്തിന്റെ കൂടുതൽ ഭാഗവും നമ്മൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നു, കടലിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട്. അതിൽ ഇന്ത്യയുടെ ഒരു കോൺട്രിബ്യൂഷനും വളരെ വലുതാണ്. ലോകത്ത് തന്നെ മത്സ്യകൃഷിയിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണുള്ളത്. കടലിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്വാഭാവിക ജലാശയങ്ങളിൽ നിന്നോ പിടിച്ചെടുക്കുന്ന മീനിന്റെ കണക്കിലാണെങ്കിൽ 3ാം സ്ഥാനത്താണ്. ലോകത്ത് ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മത്സ്യത്തിന്റെ 8% ഇന്ത്യയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഏകദേശം 10.2 മില്യൺ ടൺ വരും. ഇനി കടലിൽ നിന്ന് പിടിച്ചെടുക്കുന്നതും മറ്റുമെല്ലാം കൂടിച്ചേർന്നാൽ ഏകദേശം 15.7 മില്യൺ ടൺ വരെ വരും. ഇത് ഇന്ത്യയിൽ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം 3 കോടി ജനങ്ങളുടെ ഉപജീവനമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. 12 വർഷം മുൻപത്തെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 2013-14 മത്സ്യോൽപാദനം 9.5 മില്യൺ ടൺ മാത്രമായിരുന്നു. ആ കയറ്റുമതിയിൽ നിന്ന് നമുക്ക് കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് 30,000 കോടി രൂപയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2025-26 കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആകെ ഉൽപാദനം 19 മില്യൺ ടൺ ആവുകയും നമുക്ക് കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം 72,000 കോടി രൂപയാകുകയും മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു ഇരട്ടിയിലേറെ വളർന്നു വേണം നമുക്ക് പറയാനായിട്ട്. കയറ്റുമതിയുടെ മൂല്യവും കൂടി, ഡോളറിന്റെ നിരക്കിലുള്ള വ്യത്യാസമുണ്ട് എങ്കിലും കയറ്റുമതിയുടെ മൂല്യവും നമുക്ക് കൂടിയതായിട്ട് കാണാം. സർക്കാർ പല പദ്ധതികളും രൂപീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അങ്ങനെ പലതരത്തിലുള്ള പദ്ധതികളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി 2015 ആരംഭിച്ചതായിരുന്നു ബ്ലൂ റവല്യൂഷൻ എന്ന് പറഞ്ഞ് 3,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. മത്സ്യോൽപാദന വർധനയ്ക്കുള്ള ഒരു അടിത്തറ പാകുക എന്നായിരുന്നു അതിന്റെ ഉദ്ദേശം. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന 2020 ആരംഭിച്ചു. 20,000 കോടി രൂപയായിരുന്നു അതിന്റെ ബഡ്ജറ്റ്. അതിനകത്ത് 24,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുകയും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടക്കുകയും ഏകദേശം 38% മത്സ്യോൽപാദനം കൂടുകയും കയറ്റുമതി അതുപോലെ തന്നെ 55% വർധനവ് ഉണ്ടാവുകയും ചെയ്തു. ഇനി ഈ പദ്ധതി കൊണ്ട് പ്രധാനമായിട്ടും ചെയ്ത സംരംഭങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
58ഓളം ഫിഷിംഗ് ഹാർബറുകൾ ഇന്ത്യയുടെ പല ഭാഗത്തും വന്നിട്ടുണ്ട്. അതുപോലെ 634 ഐസ് പ്ലാന്റ്സ്, കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ്സ് വന്നിട്ടുണ്ട്. ഏകദേശം 7000ഓളം ഫിഷ് കിയോസ്കുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സ്യ വിതരണ ശൃംഖലയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം 27,000ഓളം അതുപോലെ വണ്ടി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ കൂടുമത്സ്യ കൃഷിക്ക് വളരെയധികം പ്രോത്സാഹനം കൊടുക്കുകയും പ്രത്യേകിച്ചും CMFRI തന്നെ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ ഒരു സാമ്പത്തിക സഹായത്തോടുകൂടി ഏകദേശം 500ഓളം കേജുകൾ CMFRI മാത്രം കൊടുക്കുകയും അതുപോലെ കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ടും സംസ്ഥാന ഗവൺമെന്റുമായി ജോയിന്റ് ആയിട്ട് കൂടുമത്സ്യ കൃഷിയുമായി ഒരുപാട് സാമ്പത്തിക സഹായം കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഏകദേശം ഒരു 50,000-ലധികം പേർക്ക് കൂടുമത്സ്യ കൃഷി ചെയ്യാനുള്ള ഒന്നില്ലെങ്കിൽ മത്സ്യക്കുഞ്ഞുങ്ങളായിട്ടോ തീറ്റയായിട്ടോ അല്ലെങ്കിൽ കൂടുകളായിട്ടോ ഈ പദ്ധതിയിലൂടെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ യുവജനങ്ങൾ അല്ലെങ്കിൽ യുവതലമുറ കോവിഡ് കാലത്തൊക്കെ വീടുകളിൽ കൃഷി ചെയ്യാനായിട്ട് ആളുകൾ പലപ്പോഴും ശ്രമിച്ചു. അതിന് വീടുകളിലുള്ള കൃഷിയുടെ ഭാഗമായിട്ട് ബയോഫ്ലോക്ക്, RIS അങ്ങനെയുള്ള കൃഷികൾ ഒരുപാട് പേര് തുടങ്ങി. അതിന് 2 വശമുണ്ട്. ഇപ്പോൾ ബയോഫ്ലോക്ക് പോലെയുള്ള സാങ്കേതികപരമായിട്ട് വിജയമാണ്. പക്ഷെ അതിൻ്റെ ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ പലപ്പോഴും എല്ലാവരും വിജയമായിട്ടില്ല, പലതും പരാജയപ്പെട്ടു പോയി. കാരണം നമ്മളുടെ നാട്ടിൽ കൂടുതലായിട്ട് തിലാപ്പിയ പോലുള്ള മത്സ്യങ്ങളാണ് അതിൽ കൃഷി ചെയ്തത്. അപ്പോൾ തിലാപ്പിയനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തിരുത്തിയിട്ട് കൊടുത്ത് നമ്മളെ സൂക്ഷിച്ച് 8 മാസമൊക്കെ വളർത്തിയാലാണ് വിപണനത്തിന് പാകമാവുക. അപ്പോൾ ശരാശരി ഒരു കിലോ മത്സ്യം വളർത്താൻ ചിലപ്പോൾ നമുക്ക് 1.5 കിലോ തീറ്റ ചിലവാകും. തീറ്റയുടെ കാശ്, കുഞ്ഞുങ്ങളുടെ കാശും നമ്മളുടെ കറണ്ടിൻ്റെ കാശും എല്ലാം കൂടി ഒരു 100-110 രൂപ ഉൽപ്പാദന ചെലവ് വന്ന് ആ സമയത്ത് നമ്മുടെ വിപണിയിലൊക്കെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മീൻ വരുന്നുണ്ട്. അതൊക്കെ റീറ്റെയിൽ മാർക്കറ്റിൽ 100-150 വിൽക്കുമ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മീൻ വിൽക്കാൻ പറ്റാതെ കുറേ ആളുകൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ബയോഫ്ലോക്കിന് സാങ്കേതികമായിട്ടുള്ള പരാജയത്തെക്കാളും അതിൻ്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പരാജയമായിരുന്നു കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് പേര് പിനേസ് വനാമി, അതായത് വനാമി ചെന്നീൻ പോലെയുള്ള സാധനങ്ങൾ ഈ ബയോഫ്ലോക്കിൽ വളർത്തുന്നുണ്ട്. ഈ ബയോഫ്ലോക്ക് ചെയ്ത ആളുകൾ അത് തന്നെ അവർക്ക് ഈ സ്കീമുകൾ വഴി ബയോഫ്ലോക്ക് കിട്ടുകയും ആ ടാങ്കുകൾ അവർ എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കപ്പെടാനുള്ള ഭാഗമായിട്ട് വരാൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യം ഈ പ്രോജക്റ്റിലൂടെ കൊടുക്കാൻ പറ്റിയ എല്ലാവർക്കും അത് പരിപൂർണമായിട്ട് വിജയിപ്പിക്കാൻ പറ്റില്ല, ഏത് സാങ്കേതിക വിദ്യയായാലും. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ കർഷകർ തന്നെ അവരുടെ സ്വന്തമായിട്ട് പല പല മെത്തേഡുകൾ, ചില ആളുകൾ വാളകൃഷി ചെയ്യുന്നു, ചില ആൾക്കാർ വരാലിന് കൃഷി ചെയ്യുന്നു, ചില ആൾക്കാർ അവരുടെ സ്വന്തം ആവശ്യത്തിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കരിമീൻ വരെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഉപയോഗിക്കപ്പെടണം എന്നുള്ള രീതിയിൽ ഇതെല്ലാം ഈ പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ടാണ് നമ്മളുടെ നാട്ടിൽ അവതരിക്കപ്പെട്ടതെന്നുള്ളതാണ് സത്യം. ഇനി അതുപോലെ തന്നെ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ സൗകര്യം ഒരുപാട് കർഷകർക്ക് ഉപകാരപ്പെടുത്തും. ഇന്ത്യയിൽ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 4.5 ലക്ഷത്തോളം പേർക്ക് ഇത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ വിപണനം എന്നുള്ള ഒരു ഭയങ്കര ഒരു ബോട്ടിലേക്കാണ്, അല്ലെങ്കിൽ കർഷകരുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. അപ്പം അങ്ങനെയുള്ള സംഘങ്ങൾ രൂപീകരിച്ചാൽ നല്ലതായിരിക്കും. സർക്കാർ തന്നെ ഫിഷ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് രൂപം കൊടുക്കാനുള്ള സാങ്കേതികമായിട്ടുള്ള സഹായവും സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഇന്ത്യയിൽ 2000ഓളം ഇത്തരത്തിലുള്ള FFPOs രൂപീകരിച്ചിട്ടുണ്ട്. FFPOസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് കർഷകർക്ക് പ്രശ്നങ്ങളിൽ ഇടപെടുക, അവരുടെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള സഹായങ്ങൾ നൽകുക, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള തീറ്റ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് വാങ്ങുക. അപ്പം അങ്ങനെ കർഷകർ ചൂഷണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒബ്ജക്റ്റീവ്. അതും നടക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ പ്രധാനമായിട്ട് ചെമ്മീൻ കയറ്റുമതിയാണ് ചെയ്യുന്നത്, വനാമി ചെമ്മീൻ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലും പല കർഷകരും ഇതുപോലുള്ള ഈ ടാങ്ക് അടിസ്ഥാനത്തിലൊക്കെ വനാമി ചെമ്മീൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ കയറ്റുമതിയിലെ 70% ചെമ്മീനും വനാമി ചെമ്മീനാണ്. അപ്പോൾ അത്തരത്തിലും ഈ പറഞ്ഞ ഈ സ്കീമിലൂടെ കിട്ടിയ ആളുകൾ ഇതൊക്കെ ഉപയോഗിച്ച് പുതിയതായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ഥലം കുറവുള്ള ആളുകൾ, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള കുളങ്ങളില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കും അല്ലെങ്കിൽ യുവ സംരംഭങ്ങൾക്ക് നടത്താവുന്ന ആളുകൾക്കും ഇത്തരത്തിലുള്ള സാങ്കേതിക, അതായത് ബയോഫ്ലോക്കോ RIS പോലുള്ള സാങ്കേതികമായിട്ടുള്ള ടെക്നോളജികൾ നല്ലതാണ്. പക്ഷെ അത് ശരിയായ രീതിയിൽ പരിശീലനം എടുത്ത് നമ്മൾ വേണ്ട രീതിയിൽ പഠനം നടത്തി ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് പ്രയാസം ഉണ്ടാവും. അതാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചു വന്നത്, എല്ലാ ടെക്നോളജികളും വിജയിക്കാത്തതിൻ്റെ ഒരു കാരണം. ഇപ്പം നിലവിലുള്ള സ്കീം എന്ന് പറയുന്നത് 2023-27 കാലഘട്ടത്തിലാണ് PMKSSY, അതായത് പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന. 6000 കോടി രൂപയാണ് ആകെ ബഡ്ജറ്റ് വെച്ചാണത്. ആ വേൾഡ് ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മത്സ്യ കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും ഔപചാരികമായിട്ടുള്ള സാമ്പത്തിക സംവിധാനവുമായി ബന്ധപ്പെടുക, അതായത് ഇൻഷുറൻസ്, ഡിജിറ്റൽ സേവനം, വാല്യൂ അഡീഷൻ അവ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഔപചാരികമായിട്ട് എങ്ങനെയാണ് ഇവരെ കൂട്ടിച്ചേർക്കണമെന്ന് വെച്ചാൽ രാജ്യത്തുള്ള എല്ലാ മത്സ്യ കർഷകരെയും
നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. അതിനുശേഷം ബാങ്കുകളായിട്ട് ബന്ധിപ്പിക്കുക, KCC അല്ലെങ്കിൽ അതുപോലുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ നേരിട്ട് ലഭ്യമാക്കാനുള്ള രീതി ചെയ്യുക. ഇതിന്റെ ഭാഗമായിട്ട് 28 ലക്ഷത്തോളം ആളുകൾ, അതായത് മത്സ്യ കർഷകർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 12ഓളം ബാങ്കുകൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കർഷകരെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ ഈ വിള ഇൻഷുറൻസ് ആണ്, മത്സ്യ കൃഷിയിൽ ഇൻഷുറൻസ്. എല്ലാ തരം കൃഷിക്കും നിലവിലില്ല. അതായത് ഈ ചെമ്മീൻ കൃഷിയിൽ WSSC രോഗം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, വരൾച്ച അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതിന്റെ പദ്ധതി വന്നിട്ടുണ്ട്. പക്ഷെ ആ പദ്ധതിയുടെ മുഴുവൻ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള രീതിയൊന്നും നിലവിലാക്കി വന്നിട്ടില്ല. അതൊക്കെ ഭാവിയിൽ വരും. പിന്നെ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള മൈക്രോ എന്റർപ്രൈസിനുള്ള ഗ്രാന്റുകളാണ്. അതായത് സ്വയം സഹായ സംഘങ്ങൾക്ക്, യുവ സംരംഭകർക്ക് അല്ലെങ്കിൽ മത്സ്യ വ്യാപാരികൾക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ലഭിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഈ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് NFDB അതിന്റെ പോർട്ടലിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഇപ്പം നിലവിലെ അവരുടെ കണക്കനുസരിച്ച് ഏകദേശം 1300 അപേക്ഷകൾ അവർക്ക് ഈ സമയം കൊണ്ട് തന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു പുത്തൻ തലമുറ വിപണന തന്ത്രമാണ് ഇതിന്റെ ട്രേസബിലിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എവിടെ നിന്നാണ് മത്സ്യം പിടിക്കുന്നത് അതിന്റെ വിവരം കഴിക്കുന്ന ആളുകൾക്ക് അറിയിക്കാനുള്ള ഒരു ലിങ്ക്. അപ്പം ഞാനൊരു മീൻ വാങ്ങുകയാണെങ്കിൽ ഓക്കെ, ഈ മീൻ ഇന്ന സായലിൽ നിന്ന്, വെമ്പനാട് കായലിൽ നിന്ന് പിടിച്ച മീനാണ്, ഇത്ര ദിവസം മുൻപ് പിടിച്ചതാണ്, ഇന്ന വല ഉപയോഗിച്ച് പിടിച്ചതാണ്. അപ്പം അതിന്റെ ട്രേസബിലിറ്റി ഓക്കെ. അപ്പോൾ കഴിക്കാനുള്ള ആളുകൾക്ക് കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങാൻ, ഇത്തരത്തിലുള്ള ട്രേസബിലിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാൻ തയ്യാറായ ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കർഷകരെ പഠിപ്പിച്ചു കൊടുക്കുക. അത്തരത്തിൽ മാർക്കറ്റിങ്ങിലൂടെ കൂടുതൽ വില ലഭിക്കുക. ആദ്യം സൂചിപ്പിച്ച പോലെ ബയോഫ്ലോക്കിലോ അല്ലെങ്കിൽ നമ്മൾ കൃത്രിമമായിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും പൈസ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രീമിയം ആയിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയാണത്. പിന്നെ എങ്ങനെ നമുക്ക് ഈ ആന്റിബയോട്ടിക്കുകളൊന്നും ഒരു തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ആന്റിബയോട്ടിക്കുകളൊന്നും കൊടുക്കാതെ നമുക്ക് അങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ല രീതിയിൽ കൃഷി ചെയ്യാനാണ് അവരങ്ങനെ പഠിപ്പിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ എല്ലാത്തിനെയും കൂടി ചേർത്തിട്ടാണ് ഈ PMMKSSY എന്നുള്ള പദ്ധതിയിൽ ലക്ഷ്യം വയ്ക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു പോകുന്നത്. എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും കഴിഞ്ഞ 12 വർഷത്തിലെ ഒരു പ്രകടമായ മാറ്റങ്ങൾ വന്നതെന്ന് വെച്ചാൽ, ബയോഫ്ലോക്ക് യൂണിറ്റുകൾ ധാരാളം വന്നു. അതിന്റെ വിജയം പരാജയം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സാങ്കേതിക വിജയത്തെക്കാൾ ഉപരി അതിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പരാജയമാണെന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് പിന്നെ അടുത്തത് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റമാണ്, RIS-ഉം. അത് സാങ്കേതികമായിട്ട് വിജയമാണ്. പക്ഷെ അതിന് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ഇപ്പോഴും അതിന്റെ ഒരു പല പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തീർത്തു വരണം. പിന്നെ ബാക്ക് യാർഡ് മിനി RIS എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നു. അത് വീടുകളിൽ തന്നെ ചെറിയ തോതിൽ, വലിയ ഹൈടെക് അല്ലാത്ത രീതിയിലുള്ള മിനി RIS. പിന്നെ നമ്മളുടെ ഒരു ജലാശയങ്ങളിലെ മത്സ്യകൃഷിക്ക് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞുങ്ങൾ തീറ്റ കൊടുക്കുക, അങ്ങനെ പദ്ധതികൾക്ക്. പിന്നെ പുതിയതായിട്ട് മത്സ്യകൃഷി ചെയ്യാനായിട്ടുള്ള കുളങ്ങൾ നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം നൽകുക. ഇത്തരത്തിലുള്ള പദ്ധതികൾ നടത്തി കഴിഞ്ഞതാണ് കഴിഞ്ഞ 12 വർഷത്തിൽ. പിന്നെ കൂടു മത്സ്യകൃഷി ഏറ്റവും അധികം ആളുകൾക്ക് കൊടുത്തത് എറണാകുളം ജില്ല തന്നെയായിരിക്കും. പിന്നെ അലങ്കാര മത്സ്യങ്ങളുടെ ചെറിയ വീടുകളിലുള്ള യൂണിറ്റുകൾ, മത്സ്യം വിപണനത്തിനുള്ള കിയോസ്കുകൾ, ജീവനുള്ള മത്സ്യങ്ങളെ വിൽക്കുന്നതിനുള്ള സൗകര്യം, അത് പല സ്ഥലങ്ങളിൽ തുടങ്ങുകയും ചില പ്രത്യേക കാരണങ്ങളാണ് അത് കാര്യമായിട്ട് വിജയിക്കാതെ പോയത്. കാരണം ജീവനുള്ള മത്സ്യങ്ങൾ വിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ കാളാഞ്ചി, കരിമീൻ, ചെമ്പല്ലി, വറ്റ, തിലാപ്പിയ, വരാല്, അങ്ങനെ ഒരു 10ൽ താഴെ മീനുകളെ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് സാധാരണ വിൽക്കുന്നതിനേക്കാൾ ഒരു 30-30% കൂടുതൽ പൈസയ്ക്ക് കൊടുത്താൽ മാത്രമേ നമുക്കത് വിൽപ്പനക്കാരന് ലാഭം കിട്ടുള്ളൂ. കാരണം അയാൾ കർഷകരുടെ അടുത്ത് വാങ്ങി ഒരു ജീവനുള്ള മീനെ കൊണ്ടുവരാനുള്ള സൗകര്യം ഒരുക്കി ടാങ്കിൽ കൊണ്ടുവന്ന് നമ്മുടെ സ്ഥലത്തിട്ട് അതിനെ ജീവനോടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് ചിലവ് വരും. ചിലപ്പോൾ മീൻ ചത്തുപോയാലും ആ കാശും അയാൾക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണ വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് വാങ്ങാൻ തയ്യാറായിട്ട് ആളുകളുണ്ട്. പക്ഷെ എങ്കിലും എല്ലാ ദിവസവും എല്ലാവർക്കും കാളാഞ്ചിയോ കരിമീനോ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് സാധാരണ ചാള കയ്യിലോ കഴിക്കേണ്ടി വരും. അപ്പോൾ ഈ ലൈഫ് ഫിഷ് വെൻഡിങ് യൂണിറ്റുകളുടെ ഒരു പരാജയത്തിൻ്റെ ഒരു കാരണം അവർ കൂടുതലായിട്ട് ലൈഫ് ഫിഷ് മാത്രം ഫോക്കസ് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ ലൈഫ് ഫിഷ് വെൻഡിങ്ങിനൊപ്പം തന്നെ സാധാരണ മീനുകൾ കൂടി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു മാതൃകയായിരുന്നു വരേണ്ടിയിരുന്നത്. അത്തരത്തിലുള്ള മാതൃക വന്നാൽ ഇത് വിജയിക്കുന്നതാണ്. ഇപ്പം നിലവിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുകയും അത് വിജയിക്കുന്നുണ്ട്. അപ്പോൾ ടെക്നോളജിയുടെ പ്രശ്നമല്ല, അത് ടെക്നോളജി നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതിനുള്ള ചെറിയ പ്രശ്നങ്ങളാണ്. പിന്നെ ഈ തീറ്റ ഉൽപ്പാദനം, അതായത് നമുക്കിപ്പോൾ വേണ്ട തീറ്റ നമ്മളെല്ലാം ആന്ധ്രയിൽ നിന്നോ അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിൽ വരികയാണ്. അപ്പോൾ അങ്ങനെ ചെറിയ തോതിൽ തീറ്റ ഉൽപ്പാദിപ്പിക്കാനുള്ള യൂണിറ്റുകൾക്ക് അതിന് വേണ്ട സാമ്പത്തിക സഹായം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐസ് പ്ലാന്റ് ഫെസിലിറ്റീസിന്, പിന്നെ ഈ ഐസ് ബോക്സ്, മീന് വിൽപ്പനക്കാർക്ക് ഐസ് ബോക്സ് കൊടുക്കുക. പിന്നെ പൊക്കാളിയുമായി ബന്ധപ്പെട്ട് പൊക്കാളിയുടെ കൂടെ നമുക്ക് എങ്ങനെ മീൻ കൃഷി ചെയ്യാം, അങ്ങനെയുള്ള ചില സാങ്കേതികമായിട്ടുള്ള ഇടപെടലുകളും സാമ്പത്തിക സഹായങ്ങളും ഒക്കെ എറണാകുളം ജില്ലയിൽ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ നിന്ന് ചുരുക്കത്തിൽ ഇന്ത്യ ഇന്ന് ലോകത്തിലെ രണ്ടാമത്തെ വലിയ അക്വാകൾച്ചർ രാജ്യമാണ്. അതായത് മത്സ്യകൃഷിയിൽ ഇന്ത്യ രണ്ടാമതാണ്. ചൈന ഇന്ത്യയേക്കാൾ വളരെയധികം മുന്നിലാണ്, എങ്കിൽ കൂടി ഇന്ത്യ രണ്ടാമതാണ്. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട് അക്വാകൾച്ചറിൽ. അപ്പോൾ നമുക്ക് നാളെ ആളുകൾക്ക് കഴിക്കാനുള്ള മത്സ്യം നമ്മൾ കടലിൽ നിന്ന് പിടിക്കുന്ന മീനെ മാത്രം ആശ്രയിച്ചാൽ എന്തായാലും അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. മത്സ്യകൃഷി വരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. എറണാകുളം ജില്ല പ്രത്യേകിച്ചും മത്സ്യകൃഷി മേഖലയിൽ ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്ന ജില്ലകളിൽ ഒന്നാണ്. മത്സ്യകൃഷി ചെയ്യാനുള്ള സാഹചര്യവും അത്തരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും എല്ലാം കൊണ്ട് എറണാകുളം ജില്ല മത്സ്യകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് എറണാകുളം ജില്ല കേരളത്തിലെ മത്സ്യകൃഷിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു മോഡൽ ജില്ല എന്ന രീതിയിൽ ഇപ്പം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 12 വർഷങ്ങളിലെ കേന്ദ്ര കാർഷിക പദ്ധതികളിലൂടെ കാർഷിക മേഖലയ്ക്കുണ്ടായ നേട്ടങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് എറണാകുളം ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ മുൻ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റും CMFRI മണ്ഡപം റീജിയണൽ സെന്ററിലെ സീനിയർ സയന്റിസ്റ്റുമായ ഡോക്ടർ PA വികാസ്. माननीय प्रधानमंत्री श्री नरेंद्र मोदी 20 जून को हुगली, पश्चिम बंगाल से प्रधानमंत्री किसान सम्मान निधि की 23वीं किश्त जारी करेंगे। इसके तहत 9 करोड़ 44 लाख से अधिक किसानों के खातों में 18,880 करोड़ रुपए से अधिक की सम्मान राशि सीधे हस्तांतरित की जाएगी। पीएम किसान की इस किश्त के साथ ही किसानों को हस्तांतरित कुल राशि 4,46,000 करोड़ रुपए से अधिक हो जाएगी, जो करोड़ों किसान परिवारों को आर्थिक संबल प्रदान कर रही है। अन्नदाता का बढ़ता मान, पीएम किसान। പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണിയിൽ അടുത്തതായി കേൾക്കാം ഔഷധ സസ്യങ്ങൾ നട്ട് പരിപാലിക്കുകയും വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്ന പെരുമ്പാവൂർ സ്വദേശിനി അനു ശ്രീകുമാർ പങ്കുവയ്ക്കുന്ന കാർഷികാനുഭവങ്ങൾ. കേരളത്തിന്റെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തിന്റെയും ആയുർവേദ പാരമ്പര്യത്തിന്റെയും അഭേദ്യ ഘടകമാണ് ഔഷധ സസ്യകൃഷി. നൂറ്റാണ്ടുകളായി ആരോഗ്യ സംരക്ഷണത്തിനും ചികിത്സയ്ക്കുമായി ഉപയോഗിച്ചു വരുന്ന അനേകം ഔഷധ സസ്യങ്ങൾ കേരളത്തിന്റെ മണ്ണിലും കാലാവസ്ഥയിലും സമൃദ്ധമായി വളരുന്നു. ആയുർവേദത്തിന്റെയും പ്രകൃതി ചികിത്സയുടെയും വളർച്ചയോടെ ഔഷധ സസ്യങ്ങൾക്ക് ആഭ്യന്തരവും അന്തർദേശീയവുമായ വിപണികളിൽ ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ്. പരമ്പരാഗത കൃഷിരീതികൾക്ക് പകരമായി കൂടുതൽ മൂല്യവർദ്ധിതവും ലാഭകരവുമായ കൃഷി എന്ന നിലയിൽ നിരവധി കർഷകർ ഔഷധ സസ്യകൃഷിയിലേക്ക് കടന്നുവരുന്നു. അശ്വഗന്ധ, ബ്രഹ്മി, തുളസി, കറ്റാർവാഴ, വേപ്പ്, തിപ്പലി, ആടലോടകം തുടങ്ങിയ ഔഷധ സസ്യങ്ങൾ സാമ്പത്തിക നേട്ടത്തിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും സഹായകമാണ്. ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്കുള്ള സമൂഹത്തിന്റെ തിരിഞ്ഞുനോട്ടം ഔഷധ സസ്യകൃഷിക്ക് പുതിയ സാധ്യതകൾ തുറന്നിടുകയാണ്. ഔഷധ സസ്യങ്ങൾ നട്ടുപരിപാലിക്കുകയും വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്ന പെരുമ്പാവൂർ സ്വദേശിനി അനു ശ്രീകുമാർ പങ്കുവയ്ക്കുന്ന കാർഷികാനുഭവങ്ങൾ കേൾക്കാം. മറ്റ് കൃഷികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഔഷധ സസ്യങ്ങളാണല്ലോ അനു പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഔഷധ സസ്യങ്ങളുടെ കൃഷിയിലേക്കും പരിപാലനത്തിലേക്കും എത്തിച്ചേരുന്നത്? മറ്റ് കൃഷികളിലേക്ക് നമുക്ക് ഇപ്പോൾ വളപ്രയോഗത്തിന്റെ കാര്യത്തിലായാലും നമ്മൾ രാസവളങ്ങൾ കൂടുതൽ ഉപയോഗിക്കണം. കീടനാശിനി ആയാലും നമ്മൾ അങ്ങനെയുള്ളതാണല്ലോ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇതാവുമ്പോൾ നമുക്ക് അധികം കീടങ്ങളുടെ ബാധ ഉണ്ടാവില്ല. പിന്നെ കുറച്ച് സ്ഥലം മതി. അതായത് ഈ ഔഷധ സസ്യങ്ങൾ നമുക്ക് പരിപാലിക്കാൻ വളരെ എളുപ്പമാണ്. വിപണനവും വളരെ വേഗത്തിൽ നടക്കും. ഏതെല്ലാം ഔഷധ സസ്യങ്ങളാണ് കൃഷി ചെയ്യുന്നത്? ചോലം, രാമച്ചം, ചങ്ങലം വരണ്ട, കറ്റാർവാഴ ഇതെല്ലാമാണ് ചെയ്യുന്നത്. പിന്നെ വയമ്പ്, തുളസി, പനിക്കൂർക്ക ഇതെല്ലാം ഉണ്ട്. പച്ചക്കറി കൃഷിക്ക് ഇവിടെ സ്ഥലം നമുക്ക് ലഭ്യമല്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് സന്തോഷം തരുന്നതുമാണ് ഈ കൃഷി. പിന്നെ നമുക്ക് പോക്കറ്റിലേക്കും മെച്ചമാണ്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ഞാൻ ഈ ട്രേകളിൽ ചെടികൾ നട്ടുപിടിപ്പിച്ച് അങ്ങനെയാണ് ഇത് വെക്കാം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് എത്തിയത്. ഇവിടെ വളരെ കുറഞ്ഞ സ്ഥലത്താണല്ലോ ഔഷധ
സസ്യങ്ങൾ കൃഷി ചെയ്യുന്നത്? കൃഷി രീതികൾ ഒന്ന് വ്യക്തമാക്കാമോ? പഞ്ചായത്തിൽ നിന്ന് തന്നെ കൃഷി ബക്കറ്റിൽ നിന്ന് വരുന്ന ജൈവവളങ്ങൾ അത് സംസ്കരിച്ചെടുത്ത് അത് മണ്ണുമായിട്ട് മിക്സ് ചെയ്താണ് ഈ കവറുകളും ട്രേകളും നിറയ്ക്കുന്നത്. എന്നിട്ട് ഇതിൽ മാതൃസസ്യം എപ്പോഴും എന്റെ ഉണ്ടാവും. അതിൽ നിന്ന് തന്നെയാണ് വിത്തുകളും തൈകളും ഉൽപ്പാദിപ്പിച്ച് എടുക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നത് ഏത് സസ്യമാണ്? കറ്റാർവാഴ, രാമച്ചം, കച്ചോലം. ഇത് ഇവിടെ തന്നെ ഇവിടെ അടുത്തുള്ള നഴ്സറിയിലേക്കാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഇത് വാങ്ങുന്നത്. ഇതിന്റെ ആദ്യത്തെ ഒരു വിത്തിനങ്ങൾ എവിടെ നിന്നാണ് ശേഖരിച്ചത്? ചെങ്ങഴനീർ കിഴങ്ങ് പോലുള്ള വയമ്പ് ഇതും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കൂടുതലായി കിട്ടിയത് ഞാനൊരു കൃഷി ഗ്രൂപ്പുമായി സഹകരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് കൂടുതലായിട്ട് ഇത് കിട്ടിയത്. കറ്റാർവാഴ ഒരുപാട് ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ കറ്റാർവാഴ പോലുള്ള സസ്യങ്ങളുടെ ഒരു വിപണി? ആയുർവേദ മെഡിസിൻ തയ്യാറാക്കുന്ന ആൾക്കാരുണ്ട്. അതായത് നമുക്ക് ഈ തലയിൽ തേക്കുന്ന എണ്ണ, വേദന സംഹാരികള്, താരനുള്ള മരുന്ന്, ഫേസ് ക്രീം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അവർക്ക് നമുക്ക് ഓൺലൈനിൽ നമുക്ക് അവരുമായിട്ട് കോണ്ടാക്ട് വെച്ചിട്ട് ഇത് അവർ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ തൈ മാത്രമല്ലേ നമുക്ക് അല്ലാതെ വിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ തട അവരാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഔഷധശാലകളുണ്ടല്ലോ, വൈദ്യശാല പോലെയുള്ള, അപ്പൊ അവിടെയും നമ്മളന്ന് വാങ്ങുന്നുണ്ട്. മറ്റ് ഔഷധ സസ്യങ്ങളുടെ വിപണി എങ്ങനെയാണ്? ചോലം, രാമച്ചം, ചങ്ങലം പറണ്ട ഇതെല്ലാം തൈ ആക്കി ഞാൻ കൊടുക്കുന്നു. പിന്നെ മുക്കുറ്റി നമ്മൾ പ്രത്യേകിച്ച് നട്ടുപിടിപ്പിക്കേണ്ട, നമ്മളെ പറമ്പിൽ ഒത്തിരി ഉള്ളതാണ്. അപ്പൊ അത് ഈ ഒരു അങ്ങാടി മരുന്നുകൾ വിൽക്കുന്ന ഒരു സ്ഥാപനവുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അവരെ അറിയിക്കും. അവര് വിളിച്ചു പറയുന്ന അനുസരിച്ച് ഞാൻ ഉണക്കി വെച്ചിരിക്കുന്നത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. മുക്കുറ്റി ഉണക്കിയതാണല്ലേ വിപണിയിൽ കൂടുതലായിട്ട് വിറ്റുപോകുന്നത്? കുറച്ച് മരുന്നുകളിൽ അവരിത് ഉണക്കിയത്, പിന്നെ കരിനൊച്ചിയുടെ ഇല, പനിക്കൂർക്ക, അതായത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അവർ കൊടുത്തു വിടുമ്പോഴൊക്കെ ഇത് ഡ്രൈ ആയിട്ടാണ് അയക്കാറുള്ളത്. പച്ചക്കറി കൃഷി പോലുള്ള മറ്റ് കൃഷികളെ അപേക്ഷിച്ച് ഔഷധ സസ്യ കൃഷിയുടെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒന്ന് സയന്റിഫിക് ആയിട്ട് ഇതിന്റെ പല കാര്യങ്ങളും തെളിയിക്കപ്പെട്ടിട്ടില്ല, ഇതിന്റെ ഉപയോഗങ്ങൾ. അപ്പൊ പാരമ്പര്യമായി കൈമാറി വാമൊഴിയിലൂടെ കിട്ടിയ അറിവുകളാണ് കൂടുതലും ഔഷധ സസ്യങ്ങൾക്കുള്ളത്. അപ്പം ഇന്നത്തെ ആൾക്കാർ അത് ചോദ്യം ചെയ്യും, ഇത് സയന്റിഫിക് ആയിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണോ എന്ന്. എന്നാലും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള മറ്റുള്ളവർക്ക് ഒരു അവബോധം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഇതിനെ കുറിച്ച് പറഞ്ഞ് ഇത് ഇങ്ങനെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഞാൻ തന്നെ ഇപ്പം ചങ്ങലം പറണ്ട അതിന്റെ ഓയിൽ തയ്യാറാക്കി വേദന സംഹാരിയായിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചവർക്ക് വളരെ നല്ല അഭിപ്രായമാണ്. അവര് പിന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഔഷധ സസ്യങ്ങളിൽ നിന്ന് ഇത്തരം ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് എവിടെ നിന്നുമാണ് പഠിച്ചത്? പാരമ്പര്യമായി ഞങ്ങൾക്ക് അതിന്റെ ഒരു അമ്മുമ്മ അപ്പൂപ്പനൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ കൂവപ്പൊടി ഇതെല്ലാം അവര് പിന്നെ നീലയമരി അതൊക്കെ ഞാൻ ഈ മഠത്തില് അവിടെ സംസ്കരിക്കുന്നത് കണ്ട് പഠിച്ചതാണ്. ഈ നീലയമരി, മുരിങ്ങയില ഇങ്ങനെയുള്ളതൊക്കെ പൗഡറാക്കി കൊടുക്കുന്നത്. പിന്നെ കൂവപ്പൊടി പ്രധാനമായും വയറ്റിലെ അസുഖങ്ങൾക്കും ചെറിയ കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ അതെല്ലാം നമ്മളിങ്ങനെ പാരമ്പര്യമായിട്ട് വീട്ടിലൊക്കെ ചെയ്യുന്നത് കണ്ട് പഠിച്ചതാണ്. സാധാരണയായിട്ട് ഔഷധ സസ്യങ്ങൾ നമ്മുടെ പറമ്പുകളിലൊക്കെ വളർന്നു വരുന്ന ഒരു രീതിയായിരുന്നല്ലോ പണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് അത്തരം പറമ്പുകളെല്ലാം ഇല്ലാതായതോടെയാണ് ഈ ഒരു കൃഷിയിലേക്ക് കടന്നിരിക്കുന്നത്. സ്വാഭാവികമായ ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൃഷി ചെയ്യുമ്പോൾ ഇതിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ കരുതുന്ന പോലെ അധിക വലിയ പരിചരണം വളങ്ങൾ ചെയ്തുള്ള ഒരു പരിചരണമൊന്നും വേണ്ട. നമ്മൾ സ്വാഭാവികമായി ജൈവവളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള ഒരു ഇതിന് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇതില് മാക്സിമം ഇതില് ഒന്നും മായവും അങ്ങനെ രാസവളങ്ങളും ചേർക്കുന്നില്ല. എപ്പോഴും ജൈവ രീതിയാണ് ഇതിന് പിന്തുടരുന്നത്. രോഗബാധയില്ല, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒട്ടുമിക്ക ഈ ഔഷധ ചെടികൾക്കും അതിന് സ്വയം ഒരു മണം ഉണ്ടാവും. ഓരോന്നിനും അതിന്റേതായ ഒരു സ്മെല്ലുണ്ടാവും. അപ്പം രോഗബാധ കുറവാണ്. കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണല്ലോ. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഔഷധ സസ്യ കൃഷിയെ എത്രമാത്രം ബാധിക്കുന്നുണ്ട്? പൊതുവെ ഉണക്ക് സമയമാകുമ്പം ഈ പറമ്പിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുമല്ലോ. പക്ഷെ ഇത് നമ്മളെപ്പോഴും ചട്ടികളിലും ഗ്രോ ബാഗിലും, അതായത് പറമ്പില്ല പൊതുവിൽ ഇപ്പൊ എല്ലാം ഇന്റർലോക്ക് ആണല്ലോ, ഗ്രോ ബാഗിലും ചട്ടികളിലും നമ്മൾ അതിന്റേതായ ഒരു തണൽ മറയൊക്കെ കൊടുത്താണ് വെച്ചിരിക്കുന്നത്. ഭയങ്കരമായിട്ട് കടുത്ത വേനലുകളിലൊക്കെ ഇതിനെ സംരക്ഷിച്ച് നോക്കണം. പച്ചക്കറിയെ പോലെ ഇപ്പൊ രാവിലെ നോക്കി, ഉച്ചയ്ക്ക് നോക്കി, വൈകിട്ട് നോക്കി അങ്ങനെ വേണ്ട. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പെട്ടെന്ന് വേറൊരാളെ ഹെൽപ്പ് ഇല്ലാതെ. അത്യാവശ്യം മികച്ച വിപണി എല്ലാ ഔഷധ സസ്യങ്ങൾക്കും ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? ഉണ്ട്. ഇപ്പം കൂടുതൽ വ്യാവസായികമായി ചെയ്തിരുന്നാൽ പോലും അത് വാങ്ങാൻ ആളുണ്ട്. ഇപ്പൊ ആൾക്കാർ വളരെ കുറച്ച് ചെയ്യുന്നതും എന്നാൽ വിപണന സാധ്യത കൂടുതലുള്ളതുമായ ഒരു മേഖലയാണ്. ഈ ഒരു മേഖലയിൽ വന്നത് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു സാമ്പത്തിക ലാഭം എത്രമാത്രം ഉണ്ട്? കൃത്യമായിട്ടൊരു തുക നമ്മളെ കയ്യിൽ എത്തുന്നുണ്ട്. ഞാൻ കൂടുതലായും ഇതിന്റെ തൈ ഉൽപ്പാദിപ്പിച്ചാണ് കൊടുക്കുന്നത്. അപ്പൊ ആൾക്കാർ കൂടുതൽ ഇതിലേക്കായി വരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നഴ്സറികളിൽ എത്തിക്കുന്ന തൈ
ആയി അപ്പോൾ തന്നെ വാങ്ങിക്കൊണ്ട് പോവാൻ ആൾക്കാരുണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടായി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ആശ്വാസം. അതായത് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ പുളിയാറില, ആനച്ചുവടി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇപ്പം പുതിയ കാലത്തുള്ളവർക്ക് ചിലപ്പം അത് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അതെല്ലാം ഇപ്പം നമ്മൾ ചട്ടിയിൽ വളർത്തി കൊടുത്താൽ പോലും വാങ്ങാൻ ആളുണ്ട്. ഇപ്പൊ വിപണിയും വരുമാനവും മുൻനിർത്തി നോക്കുകയാണെങ്കിൽ ഒരു കർഷകന് വരുമാനം ലഭിക്കുന്ന ഒരു 3-4 ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്താമോ? തിപ്പലി, ശതാവരി ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ കായ പഴുത്തത് വെയിലത്ത് ഉണക്കി സൂക്ഷിച്ചിട്ട് നല്ല വില കിട്ടുന്ന സമയത്ത് നമുക്ക് അങ്ങാടിക്കടയിൽ കൊണ്ടുപോയി അവര് തൂക്കിയെടുക്കും. അത് ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ശതാവരിയും അതുപോലെയാണ്. നീലമരിയുടെ പൗഡർ, ഇത് ബ്യൂട്ടി പാർലറിൽ നമ്മൾ അങ്ങോട്ട് അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ ഫ്രഷ് നീലമരി ഉണ്ട് എന്ന് പറഞ്ഞാൽ, പൗഡർ ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് പല സ്ഥലങ്ങളിൽ നിന്നും നിർബന്ധമായി അവർ നമ്മളിൽ നിന്ന് തന്നെ വാങ്ങും. നമ്മളെ സാധനം നല്ല പ്രോഡക്ട്സ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവര് വാങ്ങും. ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യുവ കർഷകരോട് എന്താണ് പറയാനുള്ളത്? അവരുടെ വളരെ നല്ല തീരുമാനമായിരിക്കും. പിന്നെ ഇതിന് വിപണി സാധ്യത ഇല്ലെന്ന് കരുതി ആരും പിന്മാറണ്ട. ഒരു പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു കർഷകന് അതിന്റെ കൂടെ തന്നെ ഇതും ചെയ്യാൻ കഴിയും. അത് ഇരട്ടി ലാഭം ഉണ്ടാക്കും. ഇത് മാത്രം ചെയ്താലും, അതായത് മറ്റൊരു ജോലിയോടൊപ്പം തന്നെ അവർക്ക് ഇത് ചെയ്യാൻ കഴിയും. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം. അവര് ഇപ്പം മറ്റേ പച്ചക്കറിയൊക്കെ ആകുമ്പോൾ ഒരു ഫുൾ ഡേ ഇതിന്റെ വെള്ളത്തിന്റെ കാര്യങ്ങളും എല്ലാം നോക്കേണ്ടി വരും. പക്ഷെ ഇതിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമുക്ക് രാവിലെയും വൈകിട്ടും ഒരു വീട്ടമ്മയ്ക്കാണെങ്കിൽ പോലും സ്വന്തം ആവശ്യങ്ങൾക്ക് ആരെയും ആശ്രയിക്കാതെ ഈ ഔഷധ സസ്യങ്ങളുടെ കൃഷി മൂലം സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ മേഖലയിലെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഒരു നഴ്സറി പോലെ കൂടുതൽ ഇത് ആക്കുക. പിന്നെ അടുത്ത 1-2 സ്കൂളുകളിൽ ഇപ്പം ഒരു അധ്യാപകനുമായി സഹകരിച്ച് സ്കൂളുകളിൽ കുറെ ഇതുപോലെ ഔഷധ സസ്യങ്ങളുടെ തൈകൾ കൊടുത്തിട്ട് അവിടെ അതായത് ഇതിന്റെ മാത്രം ഒരു ഗാർഡൻ പോലെ റെഡിയാക്കി കുട്ടികൾക്ക് ഈ ഔഷധ സസ്യങ്ങളെ കുറിച്ച് അവർക്ക് ഇതിനെ ഒന്ന് പരിചയപ്പെടുത്തി അവർക്ക് ഇതിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കി, അതായത് ഈ നമ്മൾ ഈ കാണുന്ന പുല്ലെന്ന് പറഞ്ഞ് ചവിട്ടിക്കളയുന്ന പലതും ഔഷധ സസ്യങ്ങളാണെന്ന് അവർക്ക് അറിയില്ല. അപ്പൊ അടുത്തുള്ള ഒരു സ്കൂളിൽ ഞങ്ങൾ ഇങ്ങനെ കുറെ സാധനങ്ങൾ, അതായത് ഈ ചങ്ങലംപറണ്ട, മുക്കുറ്റി, കറ്റാർവാഴ, പുളിയാറില ഇതെല്ലാം കൊണ്ടുപോയി നട്ട് വളർത്തുന്നുണ്ട്. അപ്പൊ അവര് ആ കുട്ടികൾക്ക് ഇത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അത് അങ്ങനെയും ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഔഷധ സസ്യങ്ങൾ നട്ടുപരിപാലിക്കുകയും വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്ന പെരുമ്പാവൂർ സ്വദേശിനി അനു ശ്രീകുമാർ പങ്കുവച്ച കാർഷിക അനുഭവങ്ങളാണ്. ഔഷധ സസ്യ കൃഷിയുമായി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്ക് അനുവിനെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9496774252. ഇന്നത്തെ കിസാൻ വാണി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം യാമിനി ദിലീപ് കുമാർ, ലക്ഷ്മി നാരായണൻ. ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം. കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം. അതെങ്ങനെ? അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800-180-1551. ഇതാരുടെ നമ്പർ ആയേട്ടാ? കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ. ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ? തീർച്ചയായും കിട്ടും. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ. പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ? ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട. സത്യം 10 മറ്റു സത്യം. കർഷക സോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800-180-1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. भैया रे भैया,